ഇടതുപക്ഷത്തിനു വേണ്ടി എല്ലാ കാലത്തും ശബ്ദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകയാണ് നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു, സ്വരാജിനു വേണ്ടി പ്രചരണം നടത്തി. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ സൈബർ രംഗത്തും വലിയ ആക്രമണമൊക്കെ നേരിടുകയാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ഞാൻ എതിരാണ്. ഇവിടെ സ്വരാജ് മാത്രമേ ജയിക്കുകയുള്ളൂ. അതാണ് ജയിക്കേണ്ടത്. കാരണം അവൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ പ്രവർത്തനത്തിലൊക്കെ ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഇത്ര ചെറിയൊരു പയ്യൻ ഇങ്ങനെ സംസാരിക്കുന്നു, ഇവന് എത്രയാണ് അതിന് ആഴത്തിലേക്ക് അവൻ എത്തിയിട്ടുള്ളത്. അതാണല്ലോ ഇപ്പോൾ ഇത്ര ഒരു സ്ഥാനം കിട്ടാകുമ്പോൾ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവനൊരു മന്ത്രിസ്ഥാനം കൂടി കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ആഗ്രഹം പറയാണ്. കൊടുക്കണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. അപ്പോൾ അത്രയധികം അറിവുണ്ട്. ആ അറിവ് അവനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു മുന്നേറ്റത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. വളരെയധികം അവനെ പിന്താങ്ങുന്നു. ഇനിയും 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 ഉയരങ്ങളിലേക്ക് അവനെത്തട്ടെ. സൈബർ രംഗത്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായി നിലമ്പൂർ ആയിഷനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അവരവായാലും അത് അവനവൻ ചെയ്യുന്നത് അവനവൻ പറയുള്ളൂ അല്ലേ. അതാണ് അവർ ചെയ്യുന്ന ദോഷം എൻ്റെ വെറുതെയിലിടുന്നു. എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് സാരല്ല. അതിനേക്കാളധികം ഞാൻ കേട്ടതാണ്, അനുഭവിച്ചതാണ്. പിന്നെന്താണ് ഇവർ പറയുന്നത്? സംസ്കാരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യ അത്ര വാക്ക് പറയാൻ പാടില്ല. അത് പാടില്ല അല്ലേ. സംസ്കാരമല്ല, അവർക്കാ വോട്ട് കൊടുക്കുന്നത്. സംസ്കാരത്തിൽ സംസാരിക്കണം. മനുഷ്യനെ കാണണം. അപ്പോഴേ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് കുറച്ച് അടിമകൾ വേണം. ആ അടിമകളെ ഞങ്ങൾ ഉപയോഗിക്കണം, പല നിലക്കും ഉപയോഗിക്കണം. അത് മനസ്സിലുള്ളവർ തൊപ്പിയിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിലമ്പൂരിലെ ജനം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ തക്കതായ മറുപടി നൽകുമെന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി പറയും. ഒരാളെ പറ്റി ഒരാൾ കുറ്റം പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രവണതയിൽ. അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും, അയാൾക്കൊരു സ്റ്റാൻഡേർഡില്ല, അവർക്കൊരു സ്റ്റാൻഡേർഡില്ല, അവരപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂടുക, നമ്മൾ തിന്നു പോയത് നമ്മളെ ഇതല്ലേ പറയാമെന്ന് അവർക്ക് തോന്നും. അങ്ങനെ പോകുക അവരുടെ വോട്ട്. ഈ സാംസ്കാരിക പ്രവർത്തകർ ഇപ്പോൾ ഇന്നലെ ഇടതുപക്ഷ അനുഭാവമുള്ള സാംസ്കാരിക പ്രവർത്തകരെല്ലാം ചേർന്ന് സ്വരാജിനു വേണ്ടി ഒരു സംഘമൊക്കെ സംഘടിപ്പിച്ചു. അതേപോലെ തന്നെ വലതുപക്ഷത്തുള്ള ചില സാഹിത്യകാരന്മാർ തന്നെ ഇങ്ങനെ എല്ലാവരും പ്രത്യക്ഷത്തിലിറങ്ങി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടതുണ്ടോ, എന്താണ് ഇത്രയും വലിയ ചില കാര്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ സാഹിത്യരംഗത്ത് തന്നെ ഒരു പോരാട്ടം നടക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കാണുന്നത് അത് പുച്ഛാണ് എനിക്ക്. കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യർ എന്ന് പറഞ്ഞാൽ സംസ്കാരം വേണം അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുമോ? ആ ചിന്ത വരാൻ പാടില്ല. ഇത് ഞങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു നാടാണ്, ഞങ്ങൾക്കേ ഇത് പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റല്ലേ. ഇത് കേരളമാണ്, ഐക്യ കേരളം. ഈ ഐക്യ കേരളത്തിന് രക്തം ചിന്തിയിട്ടുള്ളത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, അല്ലാതെ ഈ കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു. ഈ സാഹിത്യകാരന്മാരും ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ ഒരു മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യക്ഷമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്നത് ശരിയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം. അത് ഇപ്പോഴത്തെ ഈ ഇറങ്ങിയിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. എന്താണ് അവർ വായെന്ന് വരുന്നത്? അതും ഒരു സ്ത്രീയെപ്പറ്റി എന്തൊക്കെ പറയുന്നവർ. ആ പറയുമ്പോൾ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് പോയില്ലേ, അവരുടെ സ്റ്റാൻഡേർഡ് അവിടെ പോയി. പിന്നെ ഓലപ്പം കൂടി ജയിച്ചാലും അവർ നമ്മളെ വേണമെങ്കിൽ വാടി ഇവിടെ അടിച്ചാരടി തേച്ചോറടി അറിയും. അങ്ങനത്തെ സ്വഭാവം കാണിക്കുവർ. അവർക്ക് അതേ അറിയുള്ളൂ. സ്വരാജ് നല്ലൊരു വായനക്കാരനാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇപ്പോൾ വൈശാഖ മാഷൊക്കെ പ്രസംഗിച്ചത്. അങ്ങനെ നല്ല വായനക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്വരാജ് ഇന്നലെ പറഞ്ഞ ഏതാണല്ലോ, എല്ലാ പുസ്തകങ്ങളും വായിക്കും. ആ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നൊക്കെ എന്താണ് ഞാൻ എടുക്കേണ്ടത്, എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലാക്കും. അവൻ വെറും കമ്മ്യൂണിസം മാത്രമല്ല വായിക്കുക, എല്ലാം വായിക്കും.
ഒക്കെ വായിച്ചിട്ട് അവൻ മനസ്സിലാക്കും ഇവരെന്ത് എങ്ങനെയാണ് ഇവർ. അത്രയ്ക്ക് അറിവുള്ള ഒരു കുട്ടിയാണ്. അതെ, പുസ്തകം വായിച്ചതുകൊണ്ട് മാത്രം ഒരു ജനപ്രതിനിധിയാവാനുള്ള യോഗ്യതയാവില്ല എന്നുള്ളതാണ് UDF ആൾക്കാരൊക്കെ പറയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് മാത്രം ഒരു ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും വായന തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. വായിക്കുക, പഠിക്കുക, മനുഷ്യനെ മനസ്സിലാക്കുക. വായിക്കുന്നവർക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾക്ക് എന്തിനാ പത്രം തരുന്നത്? നമ്മൾക്കത് എല്ലാവരും വായിച്ച് പഠിക്കാനല്ലേ. ഏത് പത്രത്തിലാണ് നല്ല ഭാഷ ഉപയോഗിക്കുന്നത്? അത് വേണം. അതാണ് മനസ്സിലാക്കേണ്ടത് അവർ. നിലമ്പൂർ ആയിഷ എല്ലാ കാലത്തും ഇടതുപക്ഷക്കാരിയാണ്. എത്ര ആക്രമണം ഉണ്ടായാലും ആ നിലപാടിലൊരു മാറ്റം ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു പക്ഷേ അടിച്ച് കൊല്ലുമായിരിക്കും. കൊല്ലുമ്പോഴും ഞാൻ വെള്ളം ചോദിക്കുകയാണ്, സഖാവേ തുള്ളി വെള്ളം തരുമെന്ന്. അത് ചോദിക്കുള്ളൂ. എത്ര ആക്രമണം നടത്തിയാലും ഞാൻ അവിടെ തന്നെ നിൽക്കും. അല്ലാത്തവരിപ്പം പോയിക്കോട്ടെ, ഇവിടെ ആരെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് ആവശ്യമല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതാ ഇന്ന ആൾ ഇവിടെ നിന്നാൽ നമുക്ക് ഇന്ന ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു വിധം ആളുകൾ മുഴുവനും അവനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ഭയമുണ്ട്, അത് എന്നിലടിച്ച് കയറ്റി. ഇപ്പോൾ ഈ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട്, ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം നടക്കുകയാണ്. അത് കൈക്കൂലിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു UDF നേതാവ് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ആയിഷത്തൊക്കെ എന്താണ് തോന്നുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്? അതൊക്കെയാണ് കള്ളത്തരം പറയുന്നതെന്ന് പറയാം. ഇപ്പം ഈ ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് എനിക്കൊക്കെ പെൻഷൻ കിട്ടാൻ തുടങ്ങിയത്. എനിക്കൊക്കെ പെൻഷൻ കിട്ടുന്നതും ശരിക്കായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അയച്ചു തരുന്നതും. ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ ഒരു രോഗിയായ ഒരു അനുജ ഇവിടെ ഉണ്ടായിരുന്നു. ആ അനുജന് 2000 രൂപ അവരയച്ചു കൊടുത്തിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചുവിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതവിടെ നിർത്തി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യും. മറ്റുള്ളവർ എന്താ ചെയ്യുക? ആർ ശങ്കർ ഗവൺമെൻറ്റാണ്, അതായത് UDF കാലത്താണ് ആദ്യമായി പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാക്കിയതെന്നും പിന്നീട് അത് ഓരോ UDF ഗവൺമെൻറ്റുമാണ് ആ തുക കൂട്ടിയതെന്നും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അപ്പോൾ എന്താണ് അതിനകത്തൊക്കെ ആയിഷത്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി? അതിനൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് ഇവരൊക്കെ ഒരാൾ പറയുന്നത് അതൊരു കുറ്റപ്പെടുത്തിയാണ്ട് മറ്റൊരാൾ പറയുന്നതാണ് ശരി എന്നുള്ളിടത്ത് ഉള്ള ഒരു ചിന്ത പോകുന്നുണ്ട്. അതുകൊണ്ടാണത്. അല്ലാതെ ഒരു നിലയ്ക്കും ഇടതുപക്ഷം അതിന് കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അതോടൊപ്പം ഞാനും. അതേ എനിക്ക് പറയാനുള്ളൂ. ഉറച്ച നിലപാടിൻ്റെ ശബ്ദം കൂടിയാണ് നിലമ്പൂർ ആയിഷയുടേത്. എന്തായാലും വളരെ വ്യക്തമായി എത്ര ആക്രമണങ്ങൾ നേരിട്ട് കഴിഞ്ഞാലും തൻ്റെ ഇടതുപക്ഷ നിലപാടിന് ഒരു മാറ്റവുമില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് നിലമ്പൂർ ആയിഷയുടെ വാക്കുകളായി ഇപ്പോൾ മുന്നോട്ട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനേഷ് ഒളവണ്ണക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.